ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന്റെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. വിഷ്ണു ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, എന്തായാലും ഇന്ന് സുപ്രീം കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാർ നിയമന കേസ് കോടതി പരിഗണിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിലവിൽ സ്ഥിര VC-മാരെ നിയമിച്ചതായിട്ടുള്ള ഒരു അറിയിപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഈ സർവകലാശാലകളിലെ നിയമനത്തിൽ ഒരു സമവായം ഉണ്ടായതായി രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. തൃഷ തോമസിനെയും സജി ഗോപിനാഥിനെയും VC-മാരെ നിയമിച്ച ഉത്തരവും ഇതിനോടകം തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരത്തിലൊരു സമവായം ഉണ്ടായ ആ ഒരു സാഹചര്യം സുപ്രീം കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ആശങ്ക എന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ ഈ ഒരു ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റിക്കും സുപ്രീം കോടതി ഒരു നന്ദി അറിയിച്ചിട്ടുണ്ട്. സുധാംശു ധൂലിയ അധ്യക്ഷനായ കമ്മിറ്റിയായിരുന്നു നേരത്തെ ഈ പേരുകളൊക്കെ തന്നെ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഏതായാലും സർക്കാരും ഗവർണറും ഒരു സമവായത്തിലേക്ക് എത്തിയതിൽ സുപ്രീം കോടതി ഒരു സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷമി.